മുഖ്യമന്ത്രിയാകുമെന്ന് TP രാമകൃഷ്ണൻ. മുതിർന്ന PB അംഗമായി പിണറായി വിജയനാണ് തിരഞ്ഞെടുപ്പ് നയിക്കുന്നത്. അദ്ദേഹം തന്നെ സംസ്ഥാനത്തെ തുടർന്നും നയിക്കണമെന്നാണ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നതെന്നും TP രാമകൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ CPIM ഡീലില്ലെന്നും പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് കള്ളപ്രചാരണമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. പിണറായി തന്നെ വരാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് PB അംഗമായിട്ടുള്ള സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രചാരവേലകൾക്കും നേതൃത്വം നൽകുന്നത്. ആ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് വന്നത്. ശക്തമായ നേതൃത്വമാണ് സഖാവ് പിണറായി വിജയൻ കേരളത്തിന് നൽകുന്നത്. എങ്ങനെ CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും RSS BJP-യുമായിട്ട് ധാരണ ഉണ്ടാക്കാൻ കഴിയും? ഞങ്ങൾ എത്രയോ സഖാക്കളുടെ ജീവൻ ബലി കൊടുത്തിട്ടുണ്ട് ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ, ഏറ്റുമുട്ടലിൽ. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് എങ്ങനെ RSS-ഉമായിട്ട് ഡീലുണ്ടാക്കാൻ കഴിയും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വരും. സരീഷ് PK വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നു കോഴിക്കോട് നിന്ന്. സരീഷ്, ഗുഡ് മോർണിംഗ്. ഡീൽ ആരോപണങ്ങളൊക്കെ പൂർണ്ണമായും തള്ളിയിട്ടുണ്ട് TP രാമകൃഷ്ണൻ. ഇന്നലെയും സമാനമായ രീതിയിൽ CPM-ന്റെ മുതിർന്ന നേതാക്കളൊക്കെയും ഡീൽ ആരോപണങ്ങൾ തള്ളുകയും മാത്രമല്ല മറു ആരോപണങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടു. പക്ഷേ ഇതിപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മറ്റ് നേതാക്കൾ MV ഗോവിന്ദനും മറ്റ് നേതാക്കളും ഒക്കെയും ഒരു മുഖ്യമന്ത്രിയെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് പരസ്യമായി അടുത്ത തവണ LDF സർക്കാർ, ഇടതു സർക്കാർ അധികാരത്തിൽ വന്നാൽ ക്യാപ്റ്റൻ ആവുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാവുക പിണറായി വിജയൻ തന്നെയാണെന്ന് TP രാമകൃഷ്ണൻ, ഇടതുമുന്നണി കൺവീനർ, തന്നെ പറയുന്നത്. കൃത്യമായി പിണറായി 3.0 എന്ന രീതിയിലേക്ക് തന്നെയാണ് LDF പോകുന്നത് എന്ന് LDF കൺവീനർ തന്നെ വ്യക്തമാക്കുകയാണ്. ഇത്തവണ 110 സീറ്റ് നേടും എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. പക്ഷെ അത്രത്തോളം സീറ്റുകളുടെ എണ്ണത്തിൽ TP രാമകൃഷ്ണൻ പറയുന്നില്ലെങ്കിലും TP കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഇത്തവണയും ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ എത്തും എന്നുള്ളതാണ്. അതിൽ പ്രധാനമായി അദ്ദേഹം പറയുന്നത് മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം നയിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ആ ലീഡർഷിപ്പ് തന്നെയായിരിക്കും വിജയം നേടിയാലും തുടരുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിൽ നിന്ന് കൃത്യമായി വായിച്ചെടുക്കേണ്ടത് പിണറായി തന്നെ 3ാം തവണയും മുഖ്യമന്ത്രിയാകും എന്നുള്ളതാണ്. അതിൽ തർക്കമില്ല. മറ്റ് നേതാക്കളെല്ലാം തന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ നിശ്ചയിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം CPM നടത്താറില്ല. കഴിഞ്ഞ 2 തവണയും അത്തരത്തിലുള്ള പ്രചരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ പ്രവർത്തകരും ആഗ്രഹിക്കുന്നതും അംഗീകരിക്കുന്നതും പിണറായിയുടെ ലീഡർഷിപ്പ് തന്നെയാണ്. സ്വാഭാവികമായും അത് അപ്പോൾ പിണറായി തന്നെയാണ് ആവാൻ സാധ്യത എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റ് രംഗങ്ങളിലേക്കുള്ള കാര്യങ്ങളിൽ കൂടി അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ഡീലുമായി ബന്ധപ്പെട്ടാണ്. കാരണം പ്രതിപക്ഷ നേതാവാണ് ഇത്തരത്തിലൊരു ഡീൽ നടക്കുന്നുണ്ട്, CPIM-ഉം ഒപ്പം തന്നെ BJP-യും തമ്മിലൊരു ഡീൽ നടക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് പാലക്കാടും കാസർഗോഡും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് ഡീൽ നടക്കുന്നത്. 10 മണ്ഡലങ്ങളുടെ പേര് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഡീലും ഉണ്ടാകുന്നില്ല. കള്ളപ്രചരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് എന്ന് കൂടി പറയുന്നു. അതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ CPIM-ഉം BJP-യും അല്ലെങ്കിൽ RSS-ഉം തമ്മിലാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നിരവധി സഖാക്കളെയാണ് രക്തസാക്ഷികളാക്കി RSS മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എങ്ങനെയാണ് തങ്ങളുടെ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ ഒരാളുമായി, ഒരു പാർട്ടിയുമായി യോജിച്ചു പോകാനാവുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സഹായങ്ങൾ നൽകാൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സാധിക്കുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും അത് തന്നെയായിരിക്കും മറ്റു നേതാക്കളും, സമാനമായ സാഹചര്യം തന്നെയാണ് മറ്റു നേതാക്കളും പരാമർശിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ഒരു ഡീലും ഒരു മണ്ഡലത്തിൽ പോലും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ചില നീക്കുപോക്കുകൾ നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് ആണ്. ചില സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി പ്രശസ്തനല്ലാത്ത അല്ലെങ്കിൽ അത്രത്തോളം വോട്ട് സമാഹരിക്കാനാകാത്ത ആളുകളെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് നിർത്തിയിട്ടുണ്ട് എന്നുകൂടി CPM പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ മറുപടി കൂടിയാണ്, അതായത് പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ കൃത്യമായി എത്ര സീറ്റുകൾ ലഭിക്കും എന്ന് പറയുന്നില്ല. അപ്പോൾ ഒരു പിണറായി 3.0 എന്ന നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇടതു മുന്നണിയിലെ ചർച്ചകളും. മുന്നണി കൺവീനറാണ് ഇക്കാര്യങ്ങൾ ന്യൂസ് മലയാളത്തോട് തുറന്നു പറഞ്ഞത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സരീഷ് PK.